സംവിധായകൻ ദാദാ സാഹിബ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ദാദാ സാഹിബ്, താങ്കളുടെ ഒരു ചിത്രത്തിൽ അപരന്മാർ നഗരത്തിൽ എന്നുള്ള ചിത്രത്തിൽ അഭിനയിച്ചു സുബി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് സുബി എന്ന സുഹൃത്തിനെ കാണുന്നത്, ഒപ്പം അവരുടെ അഭിനേത്രി എന്ന നിലയിലും അവരെ കാണുന്നത്? നമസ്കാരം. ശരിക്കും ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. രാവിലെ 9:30-ക്കാണ് പുള്ളി മരണപ്പെട്ടത്. അപ്പൊ ഞാൻ 2-3 ദിവസം മുമ്പ് ഞാനും നമ്മുടെ ആർട്ടിസ്റ്റ് പ്രിയങ്കയും പുള്ളിക്കാരത്തി ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ടിനി ടോമിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ പോകാൻ ഉള്ള ഒരു സാഹചര്യം അല്ല എന്ന് പറഞ്ഞു. സുഖമില്ല ഇരിക്കുന്നു എന്നുള്ള സംഭവം മാത്രമാണ് ഞാൻ അറിഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇന്ന് രാവിലെ ഞാനിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സുബി അഭിനയിച്ച സിനിമ എന്ന് പറയുന്നത് എൻ്റെ കൂടെ ഹീറോയിനായിട്ട് അഭിനയിച്ച അപരന്മാർ നഗരത്തിൽ സിനിമയിലെ ഡയറക്ടർ നിസാർക്ക് ഞാനും കൂടെ ട്രിവാൻഡ്രത്ത് ഒരു പ്രോജക്റ്റിന്റെ കഥ കേൾക്കാൻ വേണ്ടി വന്നിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷോക്കിംഗ് ന്യൂസ് അവിടുന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ സുബിയുടെ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചപ്പോഴാണ് അവരും കൺഫേം ആയിട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു ബാഡ് ന്യൂസ് ആയിരുന്നു, ഇങ്ങനെ സംഭവിച്ചു, 9:30-ക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ആക്ച്വലി അതൊരു ഭയങ്കര ഇതാണ്. നമ്മളെ വിട്ടുപോയിരിക്കുന്ന ഒരു വളരെ അതുല്യമായിട്ടുള്ളൊരു കലാകാരി, നല്ലൊരു സുഹൃത്തുമായിരുന്നു. എൻ്റെ ആദ്യമായിട്ട് TV ചാനലിൽ പ്രോഗ്രാം ചെയ്യുന്നത് ഏഷ്യാനെറ്റിന്റെ സിനിമാലയ്ക്കകത്താണ്. എൻ്റെ ഹീറോയിനായിട്ട് ഞാനും ജയനും സീമയും എന്നുള്ള രീതിയിലുള്ളൊരു കോമഡി സ്കിറ്റിനകത്താണ് ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ട് കൊണ്ടുവന്ന് ഫസ്റ്റ് സീക്വൻസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് യാദൃശ്ചികമായിട്ട് സിനിമ പ്ലാൻ ചെയ്തപ്പോഴും സിനിമയിലും എൻ്റെ ഹീറോയിനായിട്ട് സുബീനെയാണ് കൊണ്ടുവരുന്നത്. പിന്നെ അന്ന് സുബി ഒരു നല്ല ഡാൻസറും കാര്യങ്ങളും, പിന്നെ സ്കിറ്റിലും സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തുകയും പ്രോഗ്രാംസ്, ഒരുപാട് വിദേശ പ്രോഗ്രാംസ് അത് ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാനും പിന്നെ ആ സൗഹൃദം ഒരുപാട് വർഷങ്ങളായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും തമാശ പറയുന്ന പോലെ എപ്പോഴും നീ എന്താണ് കല്യാണം കഴിക്കാത്തത്, നീ എൻ്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടും ഇത് നായിക ഇപ്പോഴും ഒറ്റപ്പെട്ട് നടക്കുന്നതിനോട് എനിക്ക് വിഷമമുണ്ട്, നീ എന്തായാലും കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുള്ളിക്കാരി എപ്പോഴും ഞാൻ ഫോഴ്സ് ചെയ്യാറുണ്ടായിരുന്നു. എന്തായാലും ഒരു വല്ലാത്തൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. നമുക്ക് തീരെ മലയാള സിനിമ കോമഡിയിലും ഇതൊക്കെ ഒരുപാട് കുട്ടികളെ അവരുടെ ഒരു സ്കിൽസൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു കഴിവുള്ള ഒരു അതുല്യ കലാകാരിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഒരുപാട് വേദനാജനകമായൊരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും, മലയാളികൾക്കൊരു വലിയൊരു നഷ്ടമാണത്. ശ്രീ ദാദാ സാഹിബ്, നമുക്കറിയാം കോമഡി ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് സ്റ്റേജിലും മറ്റും അതിന് റീടേക്കുകൾ പോലും ലഭ്യമാവില്ല. അത്തരത്തിൽ പെർഫോം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് സ്കിറ്റുകളും മറ്റും ചെയ്യുമ്പോൾ. അത്തരത്തിൽ ആ കാര്യങ്ങളിലൊക്കെ വളരെ മികവോടെ തന്മയത്വത്തോടെ കോമഡി അവതരിപ്പിക്കാൻ കഴിയുന്ന അവരെ എങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത്? സുബി എന്ന് പറയുന്നത് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു കൊമേഡിയൻ ആർട്ടിസ്റ്റ് ആയിരുന്നു. കാര്യം ഏതൊരു സ്കിറ്റ് കൊടുത്താലും വളരെ ഡെഡിക്കേറ്റ് ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനും, സ്റ്റേജിൽ നമ്മളൊക്കെ എന്തെങ്കിലും കൗണ്ടറുകൾ അധികമായിട്ട് അടിച്ചാൽ തന്നെ നമുക്ക് അതിന് ബദലായിട്ട് തിരിച്ചടിക്കാൻ, അതിനോട് തിരിച്ചുള്ള കൗണ്ടറുകൾ തരാനുള്ളൊരു കഴിവും പുള്ളിക്കാരത്തിക്കുണ്ടായിരുന്നു. ആ കഴിവാണ് കൂടുതലും പിന്നീട് പുള്ളിക്കാരത്തിക്ക് ഇപ്പോൾ കുട്ടിപ്പട്ടാളത്തിലാണെങ്കിൽ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നൊരു രീതി, ആ കൗണ്ടറുകൾ നമ്മൾ മനസ്സറിയാതെ പൊട്ടി തിരിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു കൗണ്ടറുകൾ പുള്ളിക്കാരത്തി നമ്മൾ അമ്പരിപ്പിക്കുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത നല്ല രീതിയിൽ നമ്മളെ സന്തോഷിപ്പിക്കുകയും എപ്പോഴും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങളൊരു സുഹൃത്തുക്കൾ, ഒരു സ്ത്രീയോ പുരുഷനോ പോലുള്ളൊരു ഇതല്ല. ഞങ്ങൾ ശരിക്കും നമ്മളോട് കുടുംബം പുള്ളിക്കാരത്തി ഒരു നല്ല ഒരു പുരുഷ സുഹൃത്തിനെ പോലുള്ളൊരു രീതികളും ഒക്കെ ആയിരുന്നു. നമ്മളോടൊപ്പം കമ്പനികളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര കംഫോർട്ടാണ്. തീർച്ചയായും എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ഒരു കൂട്ടുകാരനെ പോലെയായിരുന്നു സുബി അവർക്കെല്ലാം എന്ന്. എന്താണ് അതിന് കാരണം? എന്താണ് താങ്കൾ അത്തരത്തിൽ അങ്ങനെ ഈ എല്ലാവരും ഒരു കൂട്ടുകാരിയല്ല ഒരു കൂട്ടുകാരൻ എന്ന് പറയാനുള്ളൊരു കാരണം എന്താണ്? കാര്യം നമ്മള് മെയിൽ ഒരു ഇതുണ്ടല്ലോ, നമ്മളൊരു ആണുങ്ങളുടെ ഒരു രീതി, അത് നമ്മളെ മലയാള സിനിമയിൽ ഒരുപാട് എനിക്ക് അങ്ങനത്തെ സുഹൃത്തുക്കൾ, സ്ത്രീ സുഹൃത്തുക്കളുണ്ട്.
പക്ഷെ നമുക്ക് കംഫോർട്ടായിട്ട് തോന്നുന്ന ഒരു ഒരു അളിയാന്നൊക്കെ വിളിക്കുന്ന രീതിയിലും അങ്ങനെ ഒരു ഫ്രണ്ട്ലി ഒരു സ്റ്റൈലുണ്ടല്ലോ. അപ്പം നമ്മൾ എന്നെ രാജേട്ടാന്ന് വിളിക്കാറുണ്ടായിരുന്നു, പിന്നെ രാജാന്ന് വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു എടാ പോടാ എന്നൊക്കെ ഉള്ള ഒരു രീതിയിലൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു രീതികളും ഒക്കെ അത് ഭയങ്കര നമുക്ക് ഭയങ്കര കംഫോർട്ടാണ്. അങ്ങനെ നമുക്ക് എപ്പോഴും ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോൾ ആ ഒരു നമുക്കങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലാത്ത രീതിയിൽ ഒരു സൗഹൃദം, ഒരു പുരുഷ സുഹൃത്തിനെ പോലെ ഫീൽ ചെയ്യും നമുക്ക്. ഓക്കെ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ അവരെ ഓർത്തെടുത്തതിനെ